കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് ഇട്ട വിശേഷത്തിന് ബാക്കി വിശേഷം കേട്ടോ ഇപ്പൊ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. അങ്ങനെ നമ്മള് ഇന്നലെ ഉച്ചയ്ക്ക് കണ്ടത് സച്ചി ജോലിക്ക് വേണ്ടിട്ട് ഇറങ്ങുവാണ്. ഈ സമയം രേവതി പറഞ്ഞു, അയ്യോ ഫുഡൊന്നും കഴിച്ചില്ല, കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയണേ. വേണ്ട, സമയമില്ലെന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് സച്ചിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ ഡൈനിങ് ടേബിളിലേക്ക് അങ്ങോട്ട് ഉണ്ട്. ഇവിടെ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് അവിടെ ഇരുത്തിയിട്ട് രേവതി എന്ത് ചെയ്യണം, ഒരു പ്ലേറ്റിനകത്ത് എടുത്തു വെച്ചു. അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് കഴിക്കാൻ സമയമില്ല എന്ന് പറയാം. അതെ, സമയമില്ലെങ്കിൽ വേണ്ട, ഞാൻ വാരിത്തരാന്ന് പറഞ്ഞ് രേവതി വാരി കൊടുക്കുകയാണ്. ഇത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ശ്രുതിയും ചന്ദ്രമതി ശ്രുതിയൊക്കെ. അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇന്നലെ വരെ തല്ലും വഴക്കുമായിട്ട് ഇരുന്നവരാ ഇന്നാണ്ടെ ചക്കര അടയാൻ പോലെ നിൽക്കണം. പെട്ടെന്ന് സച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട്, പൂരിക്കും ആ മസാലയുടെ ഒരു ടേസ്റ്റ് അപാരം തന്നെ എന്ന് പറയണം. 2 വാ കഴിച്ച് കഴിയുമ്പം സച്ചു പറഞ്ഞു, അതെ എന്നാ ഇനി ഞാൻ തന്നെ കഴിച്ചോളാം, ഇങ്ങ് എടുത്തു വെക്കാൻ പറഞ്ഞു. 2 പൂരിയും കൂടെ എടുത്തോളാം പറയാം. രേവതിക്ക് സന്തോഷമായി. രേവതി അങ്ങോട്ട് എടുത്തു കൊടുത്തു. ഈ സമയം സച്ചു വിളിച്ചു, എടാ ശ്രീകാന്തെ വാട, ആഹാരം കഴിക്കാമെന്ന് പറയണം. പിന്നീട് രവീന്ദ്രനെ വിളിക്കണം. അങ്ങനെ അവർ 3 പേരും കൂടെ ആഹാരം കഴിക്കാൻ വന്നിരുന്നു. അവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തു കൊടുക്കുകയാണ് രേവതി. ഈ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു, നല്ല അടിപൊളി പൂരി, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഏട്ടത്തിയുടെ കൈപ്പുണ്യം ഒന്ന് വേറെ തന്നെയാന്ന് പറയാം. ഈ സമയത്ത് ഇതെല്ലാം കണ്ടോട് സുധി ഇങ്ങനെ നോക്കി വെള്ളം വെട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സുധിക്ക് വിശക്കുന്നുണ്ട്, പക്ഷെ ചെല്ലാനായിട്ടൊരു മടി. ഈ സമയം ശ്രീകാന്ത് വിളിച്ചു, സുധി വന്നിരുന്ന് കഴിക്കുന്നില്ലേ, വരാൻ പറയണം. അപ്പം സുധി പെട്ടെന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോഴത്തേനും സച്ചു, സുധിക്ക് ഒന്നും ആവശ്യമില്ല, സുധി ഒന്നും കഴിക്കത്തില്ല. സുധി എന്താ പറഞ്ഞ, എന്തോ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ അസിഡിറ്റിയോ അങ്ങനെ എന്തോ ഉണ്ടാവും പറഞ്ഞില്ലേ. ഇത് കേട്ടോ സുധിയുടെ മുഖം അങ്ങോട്ട് മാറി. അത് മാത്രമല്ല ശ്രുതിയുടെ മുഖം മാറിപ്പോയി. കാരണം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല. അതെ എന്റെ ശ്രീകാന്തെ, അവനിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്താണെന്നറിയാവോ, എന്തോ ABCD ജ്യൂസോ എന്തോ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, ആ ജ്യൂസ് മതി. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, ABC ജ്യൂസ് ഏട്ടാന്ന് പറഞ്ഞു. അത് തന്നെ, ആ ജ്യൂസാണ് അവൻ രാവിലെ കുടിക്കത്തുള്ളൂ. ഈ അസിഡിറ്റി ഒന്നാണ് സാധനങ്ങളൊന്നും കുടിക്കില്ലെന്നാ അവന്റെ ഭാര്യ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടേ അവന്റെ ഭാര്യ അവന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തോളൂ. അവന് ഈ പൂരിയുടെ ആവശ്യമൊന്നുമില്ലെന്ന് പറയാം. ഈ സമയം സുധിക്ക് മനസ്സിലായി, ഇവൻ തനിക്കിട്ട് മനഃപൂർവ്വം പണി ചെയ്ത് തരുന്നെന്ന്. എന്റെ ശ്രീ, കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഭാര്യമാര് പറയുന്ന അനുസരിച്ച് ഇങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നേരാമണം ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല. കണ്ടു, ഇവനിങ്ങനെ ഫുഡൊക്കെ കഴിക്കാതിരുന്നിട്ട് അവസാനം വന്ന് കഴിയുമ്പോഴത്തേനും ഇവൻ വല്ല ഹോസ്പിറ്റലിൽ പോയി ICU കിടക്കേണ്ടി വരും ഈ ABCD ജ്യൂസും കുടിച്ചിട്ട് എന്ന് പറയുവാണ്. ആകപ്പാടെ ദേഷ്യം വന്നു, എന്ത് പറയണമെന്നറിയില്ലാതെ അവസ്ഥയിൽ നിൽക്കുവാണ് ശ്രുതി. കാരണം ശ്രുതിനെ കളിയാക്കുകയും കൂടി ചെയ്ത്. ഈ സമയം ചന്ദ്രമതിയാണെങ്കിൽ അങ്ങോട്ട് മുഖം തിരിച്ചു. പിന്നീട് സച്ചി ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ്. ഈ സമയം രേവതി അങ്ങോട്ട് പുറകെ ചെന്നു. രേവതി സച്ചിയുടെ ഒപ്പം അങ്ങോട്ട് പോവാണ്. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, ബാ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് സുധീനെ അങ്ങോട്ട് വിളിച്ച് അവരങ്ങോട്ട് പോവാണ്. അങ്ങനെ പുറത്തേക്ക് സച്ചി പോയി കഴിഞ്ഞപ്പോഴത്തേനും രേവതി പുറകെ ചെല്ലുന്നുണ്ട്. സച്ചി ചോദിച്ചു, എന്താ രേവതി, എന്തു പറ്റി, നീ എന്താ പുറകെ വരുന്നേ? അല്ല, ഞാൻ യാത്ര അയക്കാൻ വേണ്ടി വന്ന. യാത്ര അയക്കാനാ? അത് കൊള്ളാലോ, പതിവില്ലാത്ത കാര്യങ്ങളൊക്കെ ആണല്ലോ എന്ന് പറയാം. അങ്ങനെ സച്ചി ഇറങ്ങിയിട്ട് വണ്ടിയിലേക്ക് കയറി. അപ്പത്തേനും പെട്ടെന്ന് രേവതി ഉടൻ ടാറ്റ കൊടുക്കുകയാണ്. ഇത് കണ്ടത് സച്ചി പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. എന്താ വിളിച്ചെന്ന് ചോദിക്കും. ഞാൻ വിളിച്ചല്ലോ, അത് ഞാൻ ടാറ്റ എന്നാണോ? ടാറ്റ എന്നാണോ? ഇതൊരുമാതിരി ഈ സ്കൂൾ കുട്ടികള് സ്കൂളിൽ പോകാൻ നേരത്തെ അമ്മമാർ ടാറ്റ കൊടുക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയാം. അതെ, ഇറങ്ങി വന്നതല്ലേ, നമുക്കൊരു സെൽഫി എടുത്താലെന്ന് ചോദിക്കും. സെൽഫി എടുക്കാനാ? അതെ, ശരി എന്നാ എടുക്കാന്ന് പറയണം. അങ്ങനെ രേവതിയിലും ചേർത്തെടുത്ത് 2 പേരും കൂടെ സെൽഫി എടുക്കുവാണ്. സെൽഫി എടുത്തു കഴിഞ്ഞിട്ട് സച്ചിക്ക് ഒരു വിമ്മിഷ്ടം. എന്താ അപ്പൊ ഗേറ്റിന്റെ അവിടെ 2 പേരും കൂടെ നിൽക്കുന്നേ? അതെ, ഒരു കാര്യമുണ്ട്. എന്താന്ന് പറ. അപ്പൊ ആകെപ്പെട്ടൊരു നാണമായിപ്പോയി രേവതിക്ക്. എന്താ ഇനി വല്ല ഉമ്മ തരാൻ വേണ്ടി വരുന്ന ആണോ? പിന്നീട് അകത്തേക്ക് അങ്ങോട്ട് പതുക്കെ രേവതി കയറി വരുവാണ്. ഈ സമയം സച്ചിൻ കൂടെ അകത്തേക്ക് വരുന്നു. എന്താ കാര്യം, എന്താന്ന് പറയണം. അല്ല, അതൊരു കാര്യമുണ്ട്. എന്താ കാര്യം? അതെ, ഞാൻ ഈ ഷർട്ട് ഇൻസേർട്ട് ചെയ്ത് ഒന്ന് പുറത്തെടുത്തിട്ടോടെ നിൽക്കുക. അതെന്താ? അല്ല, കാറിനകത്തെ ഇരുന്ന് കഴിയുമ്പത്തിന് AC ഉണ്ടെ കുഴപ്പമില്ല. കാർ ഓടിക്കാത്ത സമയത്തൊക്കെ ചില സമയത്തൊക്കെ ഇങ്ങനെ ഇൻസേർട്ടൊക്കെ ചെയ്തിരിക്കും, ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരം കൊണ്ട് പുഴുങ്ങും. അത്ര നല്ല ചൂടല്ലേ, അപ്പൊ അതുകൊണ്ടാന്ന് പറയാ. ഇത് കേട്ടപ്പോ രേവതിക്ക് സത്യം പറഞ്ഞ നല്ല ചിരി വന്നു. രേവതി പറഞ്ഞു, അത്രേ ഉള്ളോ, അതിനെന്താ കുഴപ്പമെന്ന് പറയണ. അങ്ങനെ സച്ചി നല്ല ഇൻസേർട്ടൊക്കെ അഴിച്ചിട്ട് നല്ല ഇതായത് സന്തോഷത്തോട് കൂടിയിട്ട് കാറിൽ അങ്ങോട്ട് കയറി പോവാണ്. അങ്ങനെ രേവതി സച്ചിനെ യാത്ര അയച്ചിട്ട് വീട്ടിലേക്ക് കയറി പോരുവാണ്. പിന്നീട് കാണിക്കുന്ന ശ്രുതിയുടെ അമ്മ കടയിൽ പോയിട്ട് തിരികെ വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് അവർക്ക് ചെറുതായിട്ടൊന്ന് തല കറങ്ങുന്നു തോന്നി. തല കറങ്ങുന്ന പോലെ തോന്നിക്കഴിഞ്ഞപ്പോൾ അവർ പതുക്കെ അവിടെ നിൽക്കുവാണ്. ഈ സമയത്ത് ശ്രുതിയുടെ അമ്മയുടെ കൂട്ടുകാർ വന്നിട്ട് ചോദിച്ചു, അല്ല എന്ത് പറ്റി വിമലേച്ചി നിൽക്കണേന്ന് ചോദിക്കുക. ഒന്നുമില്ല, ചെറിയൊരു തല കറങ്ങുന്ന പോലെ ഉണ്ടെന്ന് തോന്നുവാണ്. അല്ല, കല്യാണി വരുമോ മറ്റോ ചെയ്തായിരുന്നെന്ന് ചോദിക്കാം. ഇല്ല, കല്യാണി വന്നില്ല. ആദ്യം എന്തിയെ? അവൻ സ്കൂളിൽ പോയെന്ന് പറയാം.
എന്നാ ശരി ചേച്ചി പതുക്കെ പോരെ, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ്. അവരങ്ങനെ കടന്നു പോയ ഉടനെ ശ്രുതിയുടെ അമ്മ അവിടെ പെട്ടെന്ന് അങ്ങോട്ട് തല ഇറങ്ങി വീഴുവാണ്. അങ്ങനെ വീഴുന്ന കണ്ടുകൊണ്ട് അവർ തിരിഞ്ഞു നോക്കിയത്. പെട്ടെന്ന് അവരെ ഓടി വന്നു. കുറച്ച് ആൾക്കാരെല്ലാം കൂടെ കൂടി ശ്രുതിയുടെ അമ്മനെ അവിടെ പിടിച്ചിരുത്തുവാണ്. ആരും മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് ഞാൻ പതുക്കെ ബോധം വീണു. എന്താ വിമലേച്ചി, എന്ത് പറ്റിയെന്ന് ചോദിക്കുക. എന്തോ ഒരു തലറക്കം പോലെ തോന്നുന്നുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? വേണ്ടാന്നേ, അതിന്റെ കാര്യമൊന്നുമില്ല. എന്നൊരു കാര്യം ചെയ്യാം, കല്യാണിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറ. ഈ തല ഇറങ്ങിയതിന് വീണ് കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ പോകാതിരിക്കുന്നത് ശരിയല്ല കേട്ടോ. എന്താണെന്നറിയത്തില്ല, ഇന്ന് കാലമില്ലാത്ത കാലമല്ലേ, തലറക്കാന്ന് പറഞ്ഞോണ്ട് അത് വെച്ചോണ്ടിരിക്കാൻ പാടില്ലെന്ന് പറയാം. അത് ഇച്ചേരാ ഞാനിവിടെ നെയ്യുമ്പോൾ മാറിക്കോളും, നിങ്ങൾ പൊക്കോ, എനിക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയാം. പിന്നീട് അവരവിടെ ഇരുന്നുകൊണ്ട് തന്നെ ശ്രുതിനെ ഫോണിലേക്കൊന്ന് വിളിക്കുവാണ്. ശ്രുതിനെ വിളിച്ചു കിട്ടുവാണ്. ശ്രുതിയുടെ വിവരങ്ങളൊക്കെ പറയാൻ ഓർത്താ വിളിക്കണേ. ഈ സമയത്ത് ചന്ദ്രമതി ഹാളിലുണ്ടായിരുന്നു. അപ്പോഴാണ് ശ്രുതിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. ശ്രുതിയുടെ ഫോൺ അവിടെ കുത്തിയിട്ടേക്കുമായിരുന്നു. ശ്രുതിയുടെ ഫോണാണല്ലോ ബെല്ലടിക്കുന്നത്. ആദ്യം ഒന്നും മൈൻഡ് ചെയ്തില്ല. വീണ്ടും ഫോൺ ബെല്ലടിച്ച പോയി നോക്കുവാണ്. പരിചയമില്ലാത്ത ഒരു നമ്പറാണല്ലോ നിൽക്കുന്നത്. ഇത് ആരായിരിക്കും പോലും? കസ്റ്റമർ വല്ല ആണോ വിളിക്കണേ? ഒരുപക്ഷെ കസ്റ്റമർ ആയിരിക്കും. പിന്നെ വരാന്നൊക്കെ പറഞ്ഞ് എടുക്കാന്ന് ഓർത്തോണ്ട് അങ്ങനെ എടുക്കുവാണ്. അപ്പൊ ഹലോ പറഞ്ഞു കഴിഞ്ഞപ്പത്തിന് അങ്ങനെ തലയ്ക്കെന്ന് പറഞ്ഞു, അതെ കല്യാണി, നിനക്ക് സുഖമാണോ? കുഴപ്പമൊന്നും ഇല്ലല്ലോ, നീ എന്തെടുക്കുവാന്ന് ചോദിക്കുവാണ്. ഈ കല്യാണി എന്നുള്ള പേര് കേട്ടതും ചന്ദ്രമതിക്കൊന്നും മനസ്സിലായില്ല. കാരണം ശ്രുതിയുടെ വിളിപ്പേര് കല്യാണി എന്നാന്നുള്ള അറിയത്തില്ല. ശ്രുതി എന്നൊരു പേര് മാത്രം ചന്ദ്രമതിക്ക് എടുത്തുള്ളൂ. കല്യാണിയോ, അതാരാന്ന് ചോദിക്കുക. പെട്ടെന്നാണ് വിമലിക്ക് അബദ്ധം മനസ്സിലായത്. ഒരു പക്ഷേ കോൾ എടുത്തിരിക്കുന്ന ശ്രുതിയുടെ അമ്മായിമ്മയോ മറ്റാരെങ്കിലും ആയിരിക്കാം. ഭാഗ്യത്തിന് താനൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല. അയ്യോ അത് സോറി, റോങ് നമ്പർ ആട്ടാ, നമ്പർ മാറിപ്പോയതാന്ന് പറഞ്ഞ് പെട്ടെന്ന് കോള് കട്ട് ചെയ്യുക. ഈ സമയം ചന്ദ്രമതി എടുത്ത് കല്യാണിയോ, ചിലപ്പോൾ അവർക്ക് നമ്പർ തെറ്റിപ്പോയതായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് ഓർത്തിട്ട് ചന്ദ്രമതി എന്ത് ചെയ്യുക, ഫോൺ അവിടെ വെച്ചിട്ട് അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചി ഓട്ടം പോകാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സിനോടൊപ്പം ഓട്ടം ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ബാക്കി ഫ്രണ്ട്സും മഹേഷും കൂട്ടുകാരും എല്ലാം ഉണ്ട്. അപ്പോൾ സച്ചി കുറേ സമയമായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. സച്ചിയുടെ ഈ ആലോചന കണ്ടപ്പം അങ്ങോട്ട് മഹേഷും കൂട്ടുകാരും വന്നിട്ട്, എന്താടാ എന്ത് പറ്റി, നീ കുറേ സമയം ആയാലോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? ഒന്നുമില്ല, എന്തോ കാര്യമായിട്ടുണ്ടെന്ന് പറയണം. ഈ സമയം സച്ചി പറഞ്ഞു, അതെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണേ. നിനക്ക് പ്രശ്നമോ? അതെ, നിനക്ക് സാധാരണ പ്രശ്നങ്ങളൊന്നും വരാറില്ലല്ലോ, നീ അങ്ങനെ പ്രശ്നത്തിലൊന്നും ചെന്ന് ചാടുന്നവനല്ലോടാന്ന് പറയണേ. പെട്ടെന്ന് ഇതേ കളിയാക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയണം. എടാ എന്ത് പറ്റി സച്ചി, നിന്റെ കാര്യം എന്താന്ന് പറയാം. എടാ കാര്യം എന്താ നീ പറ എന്ന് പറയണം. എടാ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പത്തേനുവേ പിന്നെ ഭാര്യയാകും കുട്ടികളായും അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ടല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടോ മഹേഷ് പറഞ്ഞു, അതെ കല്യാണം കഴിഞ്ഞ പിന്നെ ഭാര്യ, കുട്ടികള്, കുടുംബം, പിന്നെ കുട്ടികളെ സ്കൂളിൽ വരണം, പിന്നെ അവരുടെ പഠിപ്പ്, പിന്നെ അവരുടെ കല്യാണം, അങ്ങനെ അങ്ങനെ 100 കാര്യങ്ങളുണ്ടെന്ന് പറയണം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ. എടാ നിന്റെ കല്യാണം കഴിഞ്ഞിട്ടേ നീ അന്ന് രാത്രിയിൽ എന്താ ചെയ്തേന്ന് ചോദിക്കുക. കല്യാണം കഴിഞ്ഞിട്ട് അന്ന് രാത്രിയിലോ? അല്ല നീ കല്യാണം കഴിഞ്ഞിട്ട് എന്താ പാലും പഴമൊക്കെ കഴിച്ചില്ലേ? അതെ പാലും പഴമൊക്കെ കഴിച്ചു. എടാ അതിന് ശേഷം ഒരു മുഹൂർത്തം ഇല്ലായിരുന്നോ? എന്ത് മുഹൂർത്തം? എടാ എനിക്കൊന്നും മനസ്സിലായല്ലോ സച്ചി, നീ എന്താന്ന് തുറന്നു പറ. സച്ചിക്ക് പറയാനൊരു മടി, ഫസ്റ്റ് നൈറ്റിന്റെ കാര്യമാണ്, അതെങ്ങനെയാ തുറന്നു ചോദിക്കുന്നത്. എടാ കല്യാണത്തിന് ശേഷം നിന്റെ ആ കാര്യം നടന്നായിരുന്നു, ആ മുഹൂർത്തം നടന്നായിരുന്നോ എന്ന് ചോദിക്കുക. എടാ കല്യാണത്തിന് മുമ്പല്ലേ മുഹൂർത്തം, കല്യാണത്തിന് ശേഷം എന്ത് മുഹൂർത്തം? അപ്പം മഹേഷിന്റെ കൂട്ടുകാരൻ പറഞ്ഞു, അതേ ഇവനിങ്ങനെ വളഞ്ഞു മൂക്കെ പിടിക്കാൻ ശ്രമിക്കുക. കാര്യം എന്താണെന്നറിയാവോ? മുഹൂർത്തത്തിന്റെ കാര്യം പറഞ്ഞാൽ ശാന്തി മുഹൂർത്തത്തിന്റെ കാര്യം ഒന്നും. അതാണോ? എടാ അതിന്റെ കാര്യം ചോദിച്ചേ. അതൊക്കെ അന്ന് തന്നെ നടന്നടാന്ന് പറയും. എടാ അന്നിട്ട് നിനക്ക് എത്ര നാൾ കഴിഞ്ഞിട്ടാ കുഞ്ഞുങ്ങളുണ്ടായെന്ന് ചോദിക്കാം. കുഞ്ഞുങ്ങള് ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടാ. 2-3 വർഷം കഴിഞ്ഞിട്ടാ? അതെ കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ഉണ്ടാകാതെ 2-3 വർഷം കഴിഞ്ഞിട്ടാ ഉണ്ടായെന്ന് പറയാം. അപ്പൊ സച്ചിക്ക് ഒരു സമാധാനമായി. ഈ സമയത്ത് സച്ചിന് വേറൊരു കൂട്ടുകാരൻ അങ്ങോട്ട് വന്ന് അവനോട് ചോദിച്ചേടാ നിനക്ക് കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാ കുഞ്ഞുങ്ങളുണ്ടായത്? അതോ ഒരു 10 മാസം കഴിഞ്ഞപ്പോൾ ഉണ്ടായെന്ന് പറഞ്ഞേ. 10 മാസോ? അതെങ്ങനെ ശരിയാവും? ഇവൻ പറഞ്ഞ് ഇവന് 2-3 വർഷം കഴിഞ്ഞിട്ട്, നിനക്ക് 10 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായോ? എടാ സത്യം പറയടാ, നിങ്ങൾ എന്നെ പറ്റിക്കുമല്ലേന്ന് ചോദിക്കും. എടാ സച്ചി ഈ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ദൈവം തരുന്നതല്ലേ, അപ്പം അത് ഏത് സമയത്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് മഹേഷ് പറയാം. ഇത് കേട്ട് സച്ചി പറഞ്ഞു, അതെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മളല്ലേ ചെയ്യുന്നേ, പിന്നെ എന്തിനാ അതിന്റെ പേര് ദൈവത്തിനെ പഴി വെക്കുന്നേ? എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കുറ്റം മുഴുവൻ ദൈവത്തിന്റെ തലയിലേക്ക് വെച്ച് കിട്ടിയിട്ട് കാര്യമുണ്ടോന്ന് പറയാം. ഇത് കേട്ടോ മഹേഷ് പറഞ്ഞു, ഇവൻ എന്ത് പറ്റിയത്, ഇവൻ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും. എന്താടാ നിന്റെ പ്രശ്നം എന്താന്ന് ചോദിക്കും. അല്ല ഒന്നുമില്ല. എടാ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ ചോദിക്ക്, കാര്യം പറ. അല്ല ഞാൻ നിന്നോട് ചോദിച്ചിട്ട് നീ തെറ്റായ രീതിയിൽ എന്നോട് പറഞ്ഞത്. 2-3 വർഷം കഴിഞ്ഞിട്ടല്ലേ ഉണ്ടായെന്നല്ലേ പറഞ്ഞു, പിന്നെ എങ്ങനെയാ ഞാൻ നിന്നോട് ഇത് കൂടുതൽ പറയണേ? എടാ ഇങ്ങനെ വല്ല സംശയമാണ്, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ അച്ഛനോട് പോയി ചോദിക്കാൻ പറ്റില്ല നീ എന്നാ ഉണ്ടായെന്ന്. എടാ ഞാനത് ചോദിച്ചു, പക്ഷേങ്കിലേ അച്ഛൻ എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരം തന്നില്ലെന്ന് പറയണം. പെട്ടെന്നാണ് സച്ചി ഓർത്തത്, അയ്യോ അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തെ. ഇതേ അച്ഛനെന്ന് കോർട്ടിൽ
പോയുന്നുണ്ട്. അപ്പൊ ഞാൻ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് സച്ചി ഓടുവാണ്. എടാ കാര്യം പറഞ്ഞിട്ട് പോടാ, കാര്യമൊക്കെ പിന്നീട് വന്നിട്ട് പറയാം, ഇപ്പൊ എനിക്ക് സമയമില്ലാന്ന് പറഞ്ഞ് ഓടുവാണ്. ഈ മഹേഷ് പറഞ്ഞു, ഇവരിത് എന്ത് പറ്റി, ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അവൻ ഓടി ഓട്ടം കണ്ടില്ലെന്ന് പറയാം. പിന്നീട് കാണിക്കുന്ന ചന്ദ്രമതി ഹാളിലിരിക്കുന്ന സമയത്താണ് ശ്രുതി കുറെ കഴുകാനുള്ള തുണിയൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പൊ ഈ തുണി കണ്ടപ്പം ചന്ദ്രമതി, എന്താ മോളെ ഇതെല്ലാം കഴുകാനുള്ള 2-3 ദിവസമായിട്ട് കഴുകില്ല, കാരണം ബ്യൂട്ടി പാർലറിൽ പോകുന്നോണ്ട് സമയമൊന്നും കിട്ടുന്നില്ലമ്മേ എന്ന് പറയണം. അതാണ് കാര്യം. മോളൊരു കാര്യം ചെയ്യുക, അത് അലക്കാനുള്ളത് അതിലേക്ക് കൊണ്ടുപോയിട്ടാരേ, അത് പിന്നെ രേവതിയെ കൊണ്ട് നമുക്ക് നനപ്പിക്കാന്ന് പറയണം. അത് ശരിയാവോ അമ്മേ, എന്റെ മാത്രമല്ല സുധിയുടെ ഡ്രസ്സും ഉണ്ട്, അതൊക്കെ രേവതിനെ കൊണ്ട് കഴിയിപ്പിക്കുന്നത് മോശമല്ലേ? എന്ത് മോശം? പിന്നെ കോടീശ്വരന്റെ മോള് തുണി കഴുകാൻ ഇവിടെ വന്നിട്ട്, മോൾക്കല്ലേ തന്നെ ഇഷ്ടം പോലെ ജോലിയില്ലേ, ബ്യൂട്ടി പാർലറിൽ പോണം, മടുത്തു വരുന്നതല്ലേ, അവൾക്കൂടെ വേറെ പണിയൊന്നുമില്ലോ, വേണേ അവള് കഴിയട്ടെ എന്ന് പറയണം. പക്ഷെങ്കിൽ ശ്രുതിക്കൊരു മടി, തന്റെ സുധിയുടെ തുണി കഴിക്കാന്ന് പറഞ്ഞാല് മോളൊരു കാര്യം ചെയ്ത് അതൊക്കെ അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഇങ്ങോട്ട് വാ, വന്നിട്ട് ഞാനിപ്പോ ഈ ആപ്പിള് കട്ട് ചെയ്ത് തരാം, മോൾ ഇത് കഴിക്കാൻ പറയണം, അല്ലെങ്കിൽ തന്നെ മോൾക്ക് ഈയിടെയായിട്ട് നല്ല ക്ഷീണമെന്ന് പറയാം. ശ്രുതി പറഞ്ഞു, അതിപ്പോ ഓട്ടോ അല്ലാമേ, എപ്പം നോക്കിയാലും ഓട്ടോ അല്ലേ ഉള്ളൂ, അടങ്ങിയിരിക്കാൻ സമയമില്ലെന്ന് വേണം. ശരിയെന്ന് പറയാണ്. പിന്നീട് ശ്രുതി കൊണ്ടുപോയ തുണി കഴുകാനുള്ളിടത്തെല്ലാം ഇട്ടിട്ട് ഇങ്ങോട്ട് വന്ന് അവിടെ ഇരിക്കുവാണ്. ആ സമയത്താണ് രേവതി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. രേവതി അങ്ങോട്ട് ഇറങ്ങി വന്നപ്പം ചോദിച്ചു, നീ എന്തെടുക്കുവായിരുന്നു ഇതിന്റെ മുറിയിലോ, കുറെ സമയമല്ലോ മുറി കയറി അടയിരിക്കാൻ തുടങ്ങിയിട്ട്, എന്തെടുക്കുവായിരുന്നു ചോദിക്കും. അമ്മ ഞാൻ മുറിയൊക്കെ അടിച്ചു വരുമായിരുന്നു, പിന്നെ ഒരു മുറി അങ്ങോട്ട് അടിച്ചു വരുന്നു, മണിക്കൂറുകളായി അവള് കയറി അടയിരിക്കാൻ തുടങ്ങിയിട്ട്, ഞാൻ കാണുന്നുണ്ട് നിന്റെ ഓരോ തരങ്ങളൊക്കെ കേട്ടോ, പറഞ്ഞില്ല കേട്ടിരുന്ന് വേണ്ടാന്ന് പറയാം. പെട്ടെന്ന് ചമ്മ, ഞാനെന്ത് തെറ്റ് ചെയ്യുന്ന, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിനക്ക് ഈയിടെയായിട്ട് ഇച്ചിരി ഇത് കൂടുന്നുണ്ടെന്ന് പറയാം. അല്ല ഇപ്പം നീ എങ്ങോട്ട് പോവാ, ഞാൻ തുണി കഴുകാൻ പോവാന്ന് പറയണം. പിന്നീട് രേവതി എന്ത് ചെയ്യാണ്, ആ തുണി കഴുകാൻ ഇടുന്നിടത്തേക്ക് പോയി തുണിയെല്ലാം എടുക്കണം. അതിൻ്റെ അകത്ത് സച്ചിയുടെയൊക്കെ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് തുണി ഇങ്ങനെ എടുക്കുന്ന സമയത്താണ് നമ്മുടെ സുധിയുടെ മറ്റേ ഡ്രസ്സും കൂടെ ആ കൂടെ കണ്ടു. ഇത് കണ്ടതും രേവതിക്ക് വല്ലാത്തൊരു വിഷമം വന്നു. കാരണം ഈ തുണി കഴുകുന്ന കൊടുത്ത് ഇതെല്ലാം കൂടെ കൊണ്ട് ഒരുമിച്ചിട്ടേക്കുവാണ്. ശ്രുതിയാണെങ്കിൽ അവിടെ ആപ്പിൾ നിന്നുകൊണ്ടിരിക്കുകയും ചെയ്യണം. രേവതി പെട്ടെന്ന് എന്തുകൊണ്ട് കമ്പും കൊണ്ട് അതും കൂടെ മാറ്റി അങ്ങോട്ട് ഇടുവാണ്. അവിടെ ഇരുന്ന് പെര തുടയ്ക്കുന്ന ആ സ്റ്റിക്കും കൊണ്ട്. ഇത് ചന്ദ്രമതി കണ്ടു. ചന്ദ്രമതി വെച്ചു, നീ എന്ത് പരിപാടിയെ കാണിക്കണമെന്ന് ചോദിക്കും. എന്താമ്മേ, നീ ഇപ്പൊ എന്തിനാ അതിങ്ങനെ ആ കമ്പ് വെച്ച് അതും കൂടെ മാറ്റിയിട്ട്? അമ്മേ അതെ, ഇത് ശ്രുതിയുടെ അത് വേണമെങ്കിൽ ശ്രുതി കഴിക്കോളൂ എന്ന് പറയും. ഓ അതൊക്കെ നിനക്കെന്താ കഴിയാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. ഇത് കേട്ടതും അങ്ങോട്ട് നല്ല ദേഷ്യം വന്നു രേവതിക്ക്. കാരണം ശ്രുതിയുടെ ഷഡ്ഡി കഴുകേണ്ട ആവശ്യമൊന്നും തനിക്കില്ല, അതുവരെയാണ് അവിടെ കൊണ്ടുപോയി ശ്രുതി അങ്ങോട്ട് ഇട്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ചന്ദ്രമതി പറയും തന്നോട് കഴുകാനായിട്ട്. ഓ പെട്ടെന്ന് രേവതി പറഞ്ഞു, എന്താ അമ്മേ ഇതൊക്കെ ഇത് ഇവിടെയാണോ കൊണ്ടുവരുന്നത്? ഓ നീ മിക്കവാറും സച്ചിയുടെ മാത്രമല്ലേ കഴുകുള്ളൂ, സച്ചിയുടെ 100 രൂപയുടെ 100 രൂപയുടെ സച്ചിയുടെ ഷഡ്ഡി കഴുകാനല്ലേ നീ ഇരിക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും രേവതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അമ്മേ 100 രൂപയുടെ ആണെങ്കിലും അദ്ദേഹം സ്വന്തമായിട്ട് അധ്വാനിച്ച് വാങ്ങിക്കുന്ന അതിന് അതിൻ്റെതായ ഒരു അന്തസ്സുണ്ടെന്ന് പറയാം. പിന്നെ നാട്ടുകാരുടെ മുഴുവൻ തുണി കഴുകേണ്ട ആവശ്യം എനിക്കില്ല, ഞാൻ എൻ്റെ ഭർത്താവിന്റെ തുണി മാത്രമേ കഴുകുള്ളൂ. ഇത് കേട്ടതും ചന്ദ്രമതി, ഓഹോ നിന്റെ ഭർത്താവോ, അത് എന്ന് മുതലാണ് നിന്റെ ഭർത്താവായെന്ന് ചോദിക്കുക. ഇത് കേട്ടതും രേവതി പറഞ്ഞു, ഭർത്താവായത് എന്ന് മുതലാന്ന് അമ്മയ്ക്കറിയാലോ, സച്ചിയാണ് നിന്റെ കഴുത്തിൽ എന്ന് താലി ആർത്തിയോ അന്ന് മുതൽ അദ്ദേഹം എന്റെ ഭർത്താവാ, അല്ലാതെ വേറെല്ലോടെ തുണി കഴുകേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. വേണമെങ്കിൽ ശ്രുതിയോട് കഴുകാൻ പറ, ശ്രുതിയല്ലേ ശ്രുതിയുടെ ഭർത്താവ്, വേണമെങ്കിൽ ശ്രുതി കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങോട്ട് കയറി പോകുമ്പോൾ മോഹത്തടി ഏറ്റ പോലെ ചന്ദ്രമതി ഇരിക്കുകയാണ്. ചന്ദ്രമതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ചന്ദ്രമതി വിചാരിച്ചെന്താ, രേവതിയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിയുടെ എല്ലാവരുടെ അടിവസ്ത്രം തൊട്ടും കഴിവും നിർത്തോണ്ടായിരുന്നേ. പക്ഷേങ്കിൽ രേവതി കനത്ത മറുപടി തന്നെ കൊടുത്തിട്ട് അങ്ങോട്ട് പോവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.